ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകമാണ്. തൃതീയമൃഷി സർഗം ച ദേവർഷിത്വമുപേത്യ സ തന്ത്രം സാത്വതമാജഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യത. നമുക്കറിയാം, ഇപ്പോൾ ഭഗവാന്റെ പല അവതാരങ്ങളെക്കുറിച്ച് ബ്രഹ്മാവ് വാഴ്ത്തി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ അവതാരം സനൽകുമാരാദി മഹർഷിമാരായിട്ട്, 2ാമത് വരാഹാവതാരമായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞു. ഇനി 3ാമത്തേതാണ് പറയുന്നത്, തൃതീയം ഋഷിസർഗം ച. തൃതീയം ഋഷിസർഗം, തൃതീയം 3ാമത്തേതായിട്ട് ഋഷിസർഗം, ഋഷികളെ ഒക്കെ സൃഷ്ടിക്കുവാനാണ്. സർഗം എന്നാൽ സൃഷ്ടി. ഋഷിസർഗം, ഋഷികളെയൊക്കെ സൃഷ്ടിക്കുവാനായിട്ട് ആരംഭിച്ചു. അതിലാദ്യത്തേതാണ് ദേവർഷിയായിട്ടുള്ള ശ്രീ നാരദ മഹർഷി. അതാ വരുന്നുണ്ട്, അടുത്ത അത് പറയുന്നുണ്ട്. ദേവർഷിത്വം ഉപേത്യ സഹ. ദേവർഷിത്വം ഉപേത്യ, 2 വാക്കുകളാണ് അവിടെ. ദേവർഷിത്വം എന്ന് പറഞ്ഞാൽ ദേവർഷി ഭാവത്തെയും, അതായത് ദേവർഷിയായിട്ടുള്ള ശ്രീ നാരദ മഹർഷിയെ അവിടുന്ന് ഉപേത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാവത്തെ അവിടുന്ന് പ്രാപിച്ചു, കൈക്കൊണ്ടു. അപ്പോൾ ഭഗവാൻ 3ാമതായിട്ട് അവതരിക്കുന്നത് ദേവർഷിയായിട്ടുള്ള നാരദ മഹർഷിയായിട്ടാണ്. സഹ എന്ന് പറഞ്ഞാൽ അവൻ, ആ ദേവർഷിയായിട്ടുള്ള ശ്രീ നാരദ മഹർഷി തന്ത്രം സാത്വതമാജഷ്ട. തന്ത്രം എന്ന് പറഞ്ഞാൽ ഈ വൈഷ്ണവ തന്ത്രത്തെ സാത്വതമാജഷ്ട, സാത്വതം ആചഷ്ട, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ്. സാത്വതമാചഷ്ട. സാത്വതം എന്ന് പറഞ്ഞാൽ സാത്വിക ഭാവത്തിലുള്ളതായിട്ടുള്ള, അതായത് ഈ വൈഷ്ണവ ഭാവത്തിലുള്ളതായിട്ടുള്ള ആ തന്ത്രത്തെ, തന്ത്രം സാത്വതമാചഷ്ട. സാത്വത തന്ത്രം എന്ന് പറഞ്ഞാൽ ആ വൈഷ്ണവ തന്ത്രത്തെ, ആചഷ്ട എന്ന് പറഞ്ഞാൽ അതിനെ ലോകത്തിനായിക്കൊണ്ട് പറഞ്ഞു തന്നു, ഉപദേശിച്ചു തന്നു. നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ബന്ധഹേതുത്വവും ഇല്ലാതെ ഇരിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥിതിയെ അറിയുക. കർമ്മണാം യതഃ, കർമ്മണാം കർമ്മങ്ങൾക്ക്, യതഃ എന്ന് പറഞ്ഞാൽ യാതൊന്നിൽ നിന്ന്. 3ാമതായിട്ട് അപ്പോൾ ഭഗവാൻ ഇവിടെ ദേവർഷിയായിട്ടുള്ള ശ്രീ നാരദ മഹർഷിയായിട്ട് രൂപം കൊണ്ടു, അഥവാ അങ്ങനെ ഒരു രൂപത്തെ ഭഗവാൻ പ്രാപിച്ചു. ആ ഒരു ദേവർഷി ഭഗവാനെ സാത്വതന്ത്രത്തെ, വൈഷ്ണവതന്ത്രത്തെയൊക്കെ ലോകത്തിനായി പറഞ്ഞു തന്നു. യാതൊന്നിൽ നിന്നാണോ കർമ്മങ്ങൾക്കൊക്കെ ബന്ധങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നതായിട്ടുള്ള ആ ഒരു ഹേതു ഇല്ലാതെ ഇരിക്കുന്ന സ്ഥിതിയെ അറിയുന്നത്, അങ്ങനെയുള്ള ആ വൈഷ്ണവതന്ത്രത്തെ എല്ലാവർക്കും ഈ ലോകത്തിനായിക്കൊണ്ട് പറഞ്ഞു തന്നു. അതായത് ശ്രീ നാരദ മഹർഷിയായിട്ട് അവതരിച്ചപ്പോൾ ആദ്യത്തെ വൈഷ്ണവതന്ത്രമായി കണക്കാക്കപ്പെടുന്നത് നാരദ പഞ്ചരാത്രമാണ്. അത് ശ്രീ നാരദ മഹർഷിയാൽ വിരചിതമായിട്ടുള്ളതാണ്. ഈ നാരദ പഞ്ചരാത്രത്തിൽ കർമ്മങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ ഈ സുഖദുഃഖങ്ങൾക്കൊക്കെ ഹേതുവായി ഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സുഖത്തിനും ദുഃഖത്തിനും ഹേതുവായി ഭവിക്കുന്നത് നമ്മുടെ തന്നെ കർമ്മമാണെന്നും, അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഫലമായി വരുന്ന ഈ സുഖദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടണമെങ്കിലും കർമ്മം ഒന്നുകൊണ്ടേ സാധിക്കൂ. എന്തേ വേണ്ടൂ? ആ കർമ്മം ഈ സുഖദുഃഖങ്ങൾക്ക് ബന്ധത്തിന് ഹേതുവായി ഭവിക്കാതെ യഥാർത്ഥ ബന്ധുവായിട്ടുള്ള ഭഗവാന് വേണ്ടിയുള്ളത് മാത്രമായി ഭവിക്കുമ്പോൾ മറ്റുള്ള എല്ലാ ബന്ധനങ്ങളും അകന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നിജബന്ധുവായിട്ടുള്ള ആ ഭഗവാന് വേണ്ടിയിട്ടായി മാറണം. അതല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ നമ്മളെ സുഖിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും. അപ്പോൾ സുഖദുഃഖങ്ങൾക്ക് ഹേതുവായിട്ടുള്ള കർമ്മങ്ങളെ അതിന് ഹേതുവാകാൻ വിടാതെ
പരമമായ ആനന്ദത്തെ അനുഭവിക്കുന്നതിനുള്ള ഹേതുവാക്കി മാറ്റണമെന്നും അത് എങ്ങനെ കർമ്മശുദ്ധീകരണത്തിലൂടെ സാധ്യമാകുമെന്നും വർണ്ണിക്കുന്നതായിട്ടുള്ള നാരദ പഞ്ചരാത്രത്തെ പിന്നീടൊരു ലോകത്തിനായി സമ്മാനിച്ചതും ഭഗവാനെ അവിടുത്തെ ആ ഒരു നാരദ ദേവർഷിയായിട്ടുള്ള നാരദ രൂപത്തിൽ ഭഗവാനെ അവിടുന്ന് അവതരിച്ചതാണ്. നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തൃതീയം ഋഷി സർഗം ച ദേവർഷിത്വമുപേത്യ സഹ തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തൃതീയം ഋഷി സർഗം, അവിടെ തൃതീയം ഋഷി സർഗമാണ്, പക്ഷെ പദം പിരിക്കണ്ട, തൃതീയം ഋഷി സർഗം. അതുപോലെ ദേവർഷിത്വം ഉപേത്യ, അവിടെ ദേവർഷിത്വം ഉപേത്യാണ് മായയുടെ ഉകാരം, ശ്രദ്ധിക്കുക. പിന്നെ സഹ യതഃ, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ സാത്വതമാചഷ്ട, സാത്വതം ആചഷ്ടാണ് മായയുടെ ആകാരം, ശ്രദ്ധിക്കുക, ദീർഘമുണ്ട് അവിടെ. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. തുര്യേ ധർമ്മകലാസർഗേ നരനാരായണാവൃഷി ഭൂത്വാത്മോപശമോപേതമകരോദ്ദുശ്ചരം തപ. തുര്യേ ധർമ്മകലാസർഗേ, തുര്യേ എന്ന് പറഞ്ഞാൽ 4ാമത്തേതായിട്ട് ധർമ്മകലാസർഗേ, ധർമ്മ പത്നിയിൽ ഉള്ള സർഗേ സൃഷ്ടിക്കായിക്കൊണ്ട് നരനാരായണാവൃഷി, നരനാരായണൗ ഋഷി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് നരനാരായണാവൃഷി. നരനാരായണൗ എന്ന് പറഞ്ഞാൽ അവിടെ 2 എന്ന് കാണിക്കാനാണ് ഔ മാത്ര വന്നിരിക്കുന്നത്. നരനെന്നും നാരായണനെന്നുമുള്ള ഋഷികളായിട്ട് അവതരിക്കുന്നതിനായിട്ട് ഇവിടെ ധർമ്മപത്നിയിൽ അങ്ങനെ ഒരു അവതാരത്തെ കൈക്കൊള്ളുവാനായിട്ട് തുര്യേ 4ാമത്തേതായി ധർമ്മപത്നിയിൽ അവിടുന്ന് നരനാരായണന്മാരായിട്ട്, അങ്ങനെ നരനെന്നും നാരായണനെന്നും പേരുള്ള 2 ഋഷിമാരായിട്ട് ഭൂത്വ, അവിടെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ഭൂത്വാത്മോപശമോപേതമകരോദ്ദുശ്ചരം, ഭൂത്വ ആത്മോപശമോപേതം അകരോത് ദുശ്ചരം, ഇങ്ങനെ 3-4 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ഭൂത്വ എന്ന് പറഞ്ഞാൽ ഭവിച്ചിട്ട്, അങ്ങനെ നരനാരായണ ഋഷിമാരായി അവതരിച്ചിട്ട് ആത്മോപശമോപേതം, ആത്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉപശമത്തോടുകൂടിയ, ഉപശമോപേതം ഉപശമത്തോടുകൂടിയതായിട്ടുള്ള, അകരോത് ചെയ്തു, ദുശ്ചരം, ദുശ്ചരം എന്നാൽ അത് നമുക്ക് പ്രവർത്തിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള, ആചരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും പ്രയാസമുള്ളതായിട്ടുള്ള തപഹ, തപസ്സിനെ ആചരിച്ചു, തപസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 4ാമതായിട്ട് ധർമ്മപത്നിയായിട്ടുള്ള മൂർത്തിദേവിയിൽ, ധർമ്മദേവൻ്റെ പത്നിയായിട്ടുള്ള മൂർത്തിദേവിയിൽ ഭഗവാനെ അവിടുന്ന് നരനെന്നും നാരായണനെന്നും പേരുള്ളതായിട്ടുള്ള 2 ഋഷികളായിട്ട് അവതരിച്ചുവല്ലോ. ആ അവതാരത്തിൽ ചിത്തശാന്തിയോടുകൂടിയ, മനസ്സിനെ പൂർണ്ണമായിട്ടും അടക്കിയതായിട്ടുള്ള, ഭൗതികമായ ഒന്നുകൊണ്ടും ചലിപ്പിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സ്ഥിരതാഭാവം മനസ്സിനെ കൈവരുത്തിയിട്ട്, അങ്ങനെയുള്ള ഒരു ചിത്തത്തോടു കൂടി അവിടുന്ന് ഭഗവാനെ ദുശ്ചരമായിട്ടുള്ള, അതികഠിനമായിട്ടുള്ള തപസ്സിനെ, ദുശ്ചരം എന്ന് പറഞ്ഞാൽ ഇളക്കുവാൻ കഴിയാത്തതായിട്ടുള്ള, അതായത് അത്രമാത്രം ദൃഢതയോടുകൂടിയ, മനസ്സിനെ ആ ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തപസ്സിനെ ഭഗവാനെ അവിടുന്ന് അനുഷ്ഠിച്ചുവല്ലോ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം.
തുര്യേ ധർമ്മകലാസർഗേ നരനാരായണാവൃഷി ഭൂത്വാത്മോപശമോപേതമകരോദ്ദുശ്ചരം തപ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നരനാരായണാവൃഷി, അവിടെ നരനാരായണ ഋഷിയാണ്. പദം പിരിക്കേണ്ട, വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതിയാകും. പിന്നെ അടുത്ത പാദത്തിൽ നമുക്ക് കുറച്ചധികം വലിയൊരു സമസ്ത പദമാണ്, ശ്രദ്ധിച്ച് വായിക്കുക. ഭൂത്വ ആത്മോപശമ ഉപേതം അകരോത് ദുശ്ചരമാണ്. പദം പിരിക്കേണ്ട. ഭൂത്വ, അവിടെ അകാരം നീട്ടിയെടുക്കണം. ആത്മോപശമോപേതം, അവിടെ 2 വിശ്ലേഷണം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആകാരം നന്നായി നീട്ടിയെടുക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ ആ വിശ്ലേഷണം കൊടുത്തിട്ടുണ്ടാവില്ല, എന്നാലും നമ്മൾ വായിക്കുമ്പോൾ അത് നീട്ടിയെടുക്കുക. ഭൂത്വാത്മോപശമോപേതം അകരോദ്ദുശ്ചരം, അവിടെയും ആത്മോപശമോപേതം അകരോതാണ് മായയുടെ ആകാരം, ശ്രദ്ധിക്കുക. അതുപോലെ അകരോത് ദുശ്ചരം, അകരോദ്ദുശ്ചരം ദ കൂട്ടക്ഷരമാണ്, അവിടെയും അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത തപ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തതിനി 10ാമത്തെ ശ്ലോകമാണ്. പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമവിനിർണയം. അപ്പോൾ 4 അവതാരങ്ങളെക്കുറിച്ച് ഇപ്പോൾ ബ്രഹ്മാവ് വർണ്ണിച്ചു, ഭഗവാനെ സ്തുതിച്ചു 4 അവതാരങ്ങൾ കൊണ്ട്. ഇനി അടുത്തത് പഞ്ചമ, 5ാമതായിട്ട് കപിലോ നാമ സിദ്ധേശ. കപിലോ നാമ, കപിലൻ എന്ന് പേരുള്ളതായിട്ടുള്ള സിദ്ധേശ, സിദ്ധേശനായിട്ട് മഹായോഗിയായിട്ട് കാലവിപ്ലുതം, കാലത്താൽ നശിച്ചതും പ്രോവാചാസുരയെ സാഖ്യം, പ്രോവാച ആസുരയെ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പ്രോവാചാസുരയെ. പ്രോവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഉപദേശിച്ചു. ആസുരയെ, ആസുരി എന്ന പേരായിട്ടുള്ള ബ്രാഹ്മണനായിക്കൊണ്ട് സാഖ്യം, സാഖ്യത്തെ ഉപദേശിച്ചു. സാഖ്യമെന്ന ശാസ്ത്രത്തെ, തത്വത്തെ ഉപദേശിച്ചു. തത്വഗ്രാമവിനിർണയം, തത്വങ്ങളുടെ, ഗ്രാമം എന്നാൽ ഇവിടെ കൂട്ടം, സമൂഹം എന്നർത്ഥം. തത്വങ്ങളുടെ കൂട്ടത്തെ, സമൂഹത്തെ വിനിർണയം, നിർണയിക്കുന്നതായിട്ടുള്ള സാഖ്യമെന്ന ശാസ്ത്രത്തെ ആസുരി എന്നു പേരായിട്ടുള്ള മുനിക്കായിക്കൊണ്ട്, ബ്രാഹ്മണനായിക്കൊണ്ട് ഉപദേശിച്ചു. അപ്പോൾ 5ാമത്തെ അവതാരം ഭഗവാനെ അവിടുന്ന് കപിലൻ എന്നു പേരോടുകൂടിയ സിദ്ധേശനായിട്ടായിരുന്നുവല്ലോ. അവിടെ കാലത്തിൻ്റെ ഒരു കുത്തൊഴുക്കിൽ നശിച്ചു പോയതായിട്ടുള്ള സാഖ്യമെന്ന ശാസ്ത്രത്തെ, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അന്നേ നാള് ബോധിക്കാതിരുന്നിട്ടുള്ളതായിട്ടുള്ള, അന്നത്തെ സമൂഹത്തിൽ ബോധിക്കാതെ ഇരിക്കപ്പെട്ടു പോയതായിട്ടുള്ള സാഖ്യമെന്ന ശാസ്ത്രത്തെ, ആ സാഖ്യശാസ്ത്രം എന്ന് പറയുന്നതാകട്ടെ തത്വഗ്രാമവിനിർണയം, തത്വങ്ങൾ എന്താണോ ശരിയായി നമ്മൾ അറിയേണ്ടതായിട്ടുള്ള പരമമായ തത്വം, അതിനെ നിർണയിക്കുന്നതായിട്ടുള്ള സാഖ്യമെന്ന ശാസ്ത്രത്തെ ഭഗവാനെ അവിടുന്ന് ആസുരി എന്ന ആസുരി എന്ന ബ്രാഹ്മണനായിക്കൊണ്ട് അവിടുന്ന് ഉപദേശിച്ചുവല്ലോ. അതെന്തിനാ? ഈ ലോകത്തിനായിക്കൊണ്ടാണ് അവിടുന്ന് സാഖ്യത്തെ സിദ്ധേശനായി അവതരിച്ചുകൊണ്ട് ഭഗവാനെ അവിടുന്ന് ഉപദേശിച്ചു തന്നത്. ഈ ലോകത്തിലുള്ളവർക്ക്, പരമമായ സത്യത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, മുമുക്ഷുക്കൾക്ക്, അതിലൂടെ സർവബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, മോക്ഷപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് ആ സാഖ്യശാസ്ത്രത്തെ ഉപദേശിച്ചുവല്ലോ.
ഇനി അടുത്ത ശ്ലോകം ഒന്നുകൂടി നോക്കാം. പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമവിനിർണയം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പഞ്ചമ സിദ്ധേശ രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ പ്രോവാച ആസുരയെ, പ്രോവാച ആസുരയെ ആണ്, ആസുരിക്കായിക്കൊണ്ട് എന്നുള്ള, ആസുരി എന്ന ബ്രാഹ്മണനായിക്കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.